ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാഗവതഹംസം മല്ലൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ശ്രാദ്ധ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ഭാഗവത നവാഹയജ്ഞത്തില് 7ാമത്തെ ദിവസത്തെ 2ാമത്തെ പ്രഭാഷണത്തിനായിക്കൊണ്ട് നമ്മുടെ ഈ ഭാഗവത കുടുംബം നടത്തുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും അല്ലെങ്കിൽ സത്സംഗങ്ങൾക്കും സജീവമായിട്ട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് തന്നെ ഇതിൽ പങ്കെടുക്കാറ്. അതുകൊണ്ട് ഒരു കീർത്തനാണേലും ഒരു പാരായണമാണേലും മതി എന്നുള്ള രീതിയിൽ അങ്ങനെ ഉള്ള ഭക്തോത്തമയാണ് ടീച്ചർ. നമുക്ക് ടീച്ചറുടെ വാക്കുകളിലേക്ക് ശ്രദ്ധിക്കാം. എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങൾ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ദശമസ്കന്ധം പൂർവാർദ്ധത്തിലെ അവസാനത്തെ അധ്യായം, അതാണ് 49. ഈ 49ാം അധ്യായമാണ് പ്രഭാഷണത്തിനായിട്ട് ശ്രീ ഗുരുവായൂരപ്പനും മനു തിരുമേനിയും കൂടി എനിക്ക് തന്നിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ പറയാം. അത് ഭഗവാന്റെയും ആചാര്യന്റെയും സുഹൃത്തുക്കളായ എൻ്റെ ആത്മസുഹൃത്തുക്കളുടെയും മുൻപിൽ ഞാൻ സമർപ്പിക്കുകയാണ്. പാണ്ഡവരുടെ വൃത്താന്തം ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ഹസ്തിനപുരത്തിൽ ചെന്ന് കാര്യങ്ങളെല്ലാം അറിഞ്ഞു വരുവാനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഹസ്തിനപുരത്തേക്ക് അയക്കുന്നു, അക്രൂരരെ അയക്കുന്നു. അതാണ് തുടക്കം. ഇതിൻ്റെ കുറച്ച് നമുക്ക് ബാക്കിലേക്കൊന്ന് ശ്രദ്ധിക്കാം. അതായത് 48ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തിൽ പറയുന്നത് ഹസ്തിനപുരത്തിൽ വിവരങ്ങൾ അറിഞ്ഞു വരുവാനായിട്ട് ഉള്ള ദൗത്യം അക്രൂരെ ഏൽപ്പിക്കാനായിക്കൊണ്ട് ബലരാമന്റെ നിർദ്ദേശം അനുസരിച്ച് ബലരാമനും ശ്രീകൃഷ്ണ ഭഗവാനും കൂടിയിട്ട് ഈ അക്രൂരരെ കാണാനായിട്ട് വരുന്നു. അദ്ദേഹത്തിന്റെ വസതിയിൽ വന്ന് അദ്ദേഹം നല്ലപോലെ ഇവരെ രണ്ടുപേരെയും സൽക്കരിച്ച് പാദപ്രക്ഷാളനം ചെയ്ത് പൂജിച്ചിരുത്തി കാര്യം അന്വേഷിക്കും. അപ്പോഴാണ് പറയുക, നാളെ തന്നെ ചെന്ന് നീ ഹസ്തിനപുരത്തിൽ ചെന്ന് എല്ലാ വിവരങ്ങളും അറിഞ്ഞു വരണം. എന്താ വിവരങ്ങള്? അവിടെയുള്ള പാണ്ഡവന്മാരുടെ ക്ഷേമസ്ഥിതി അന്വേഷിച്ചിട്ട് വരണം. അവരെങ്ങനെ കഴിയണോ, അവർക്ക് അവിടെ സുഖം തന്നെയാണോ, അതോ കൗരവന്മാരുടെ ഇടയിൽ അവർക്ക് വല്ല പ്രശ്നങ്ങളുണ്ടോ, അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നീ യഥാക്രമം അറിഞ്ഞ് ഞങ്ങളെ വന്ന് ധരിപ്പിക്കണം. ഇതായിരുന്നു ദൗത്യം. ഈ ദൗത്യ നിർവഹണത്തിനായിട്ട് നിയോഗിക്കപ്പെടുന്ന അക്രൂരർ ശരിക്കും ആ ദൗത്യം നിർവഹിച്ചു എന്ന് വേണം നമുക്ക് ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം പുറപ്പെട്ടു. അങ്ങനെ 49ാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ സാഘത്വാ ഹാസ്തിനപുരം പൗരവേന്ദ്രിയശുങ്കിതം ദദർശ തത്രാംബികേയം സഭീഷ്മം വിധുരം പൃഥാം. അതായത് ശ്രീ ശുക മഹർഷി കഥ തുടരുകയാണ്. സാഗത്വ, അവിടെ ചെന്നിട്ട് അക്രൂരർ അവിടെ ചെന്നിട്ട് എവിടെ ചെന്നു? ഹസ്തിനപുരത്ത്. ഹസ്തിനപുരം എങ്ങനെയുള്ളതാണ്? പൗരവേന്ദ്രിയ ശോങ്കിതം. പൗരവന്മാരെ കൊണ്ട്, പൗരവന്മാർ പറഞ്ഞ കുരുശ്രേഷ്ഠന്മാരായിട്ടുള്ള രാജാക്കന്മാരാൽ അങ്കിതമായിട്ടുള്ള, അതായത് കുരുശ്രേഷ്ഠന്മാർ എന്ന് വെച്ചാൽ ഭരതൻ, ശന്തനു മഹാരാജാവ്, പിന്നെ പാണ്ഡു, ഭീഷ്മര്, അങ്ങനെ വളരെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഭരണാധികാരികളുടെ ഒരു രാജാക്കന്മാരുടെ ഒരു കുലാണ് കുരുവംശം. ആ കുരുവംശത്തിന്റെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള രാജാക്കന്മാരാൽ അലങ്കരിക്കപ്പെട്ട ആ സദസ്സിലേക്ക് അക്രൂരൻ ചെല്ലുകയാണ്. അക്രൂരൻ ചെന്ന് അവിടെ ചെന്നപ്പോൾ കണ്ടത് എന്തൊക്കെയാണെന്നാണ് അടുത്ത വരിയിൽ പറയുന്നത്. ദദർശ തത്രാംബികേയം, അംബികയുടെ പുത്രനായ ധൃതരാഷ്ട്രയെ കണ്ടു. ധൃതരാഷ്ട്രയുടെ ഒപ്പം തന്നെ ഭീഷ്മരും ഉണ്ടായിരുന്നത് കൊണ്ട് അപ്പൊ തന്നെ ഭീഷ്മരെയും ഒരുമിച്ച് കാണാനായിട്ട് സാധിച്ചു. പിന്നെ വേറെ ആരെയൊക്കെ കണ്ടു എന്നാണ് പിന്നെ പറയുന്നത് അടുത്ത വരിയില്. വിധുരനെ കണ്ടു, പൃഥയെ കണ്ടു, പൃഥ പറഞ്ഞ കുന്തി ദേവിയെ കണ്ടു, പിന്നെ ബാൽഹികനെ കണ്ടു. ബാൽഹികൻ പറഞ്ഞ ശന്തനു മഹാരാജാവിന്റെ സഹോദരനാണ്, പിന്നെ ഭീഷ്മരുടെ പിതൃ സഹോദരനുമാണ് അദ്ദേഹത്തിനെ കണ്ടു. പിന്നെ ദ്രൗണി പറഞ്ഞ അശ്വത്ഥമാവ്, പാണ്ഡവന്മാരെ കണ്ടു. അങ്ങനെ കർണനെ കണ്ടു, കൃപാചാര്യരെ കണ്ടു.
അങ്ങനെ ഭാരദ്വാജനെ കണ്ടു. അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ടുള്ള കുരുകുല ഭരണാധികാരികളെയൊക്കെ അവിടെ വെച്ചിട്ട് അക്രൂരർ കാണാൻ ഇടയായി. വളരെ സന്തോഷമായി അവരെ കണ്ട ഉടൻ തന്നെ. വന്ന കാര്യങ്ങളൊക്കെ എന്തായാലും വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാമല്ലോ എന്ന് മനസ്സിൽ കരുതി കാണും. അവരെയൊക്കെ നല്ലപോലെ വന്ദിച്ച് വണങ്ങി നമസ്കരിച്ചു. അവരും ഇതേപോലെ അദ്ദേഹത്തെ സൽക്കരിച്ചിരുത്തി. എന്നിട്ട് എന്ത് ചോദിച്ചു? വന്ന കാര്യം അറിയണമല്ലോ, അല്ലെങ്കിൽ വരുന്നവർക്കും കാര്യങ്ങൾ അറിയണം, അവിടെ ഉള്ളവർക്കും ഇവരെ എന്തിനാ ഇയാൾ വന്നെന്നുള്ളതും അറിയണമല്ലോ. അതിനു വേണ്ടിയിട്ട് പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിക്കുമ്പോൾ തമ്മിൽ ചോദിക്കുകയാണ് കുശല പ്രശ്നം. നമ്മളൊരു വീട്ടിൽ ചെന്ന എന്താ സുഖമല്ലേ എന്ന് ചോദിക്കില്ല, എന്നാ പോലെ ഇവര് തമ്മിൽ യദുകുല വംശത്തിന്റെ സുഖാന്വേഷണം നടത്തി. അതുപോലെ ഹസ്തിനപുരിവാസികളുടെ ക്ഷേമാന്വേഷണം യദുകുലവാസികളും നടത്തി. അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹം ചോദിക്കുകയാണ്, അക്രൂരെ ചോദിക്കുകയാണ്, ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അദ്ദേഹത്തിന് അറിയാനുള്ളത് പാണ്ഡവരുടെ കാര്യമാണ് പ്രത്യേകിച്ചും അറിയാനുള്ളത്. പക്ഷെ അങ്ങനെ ചോദിക്കാൻ പറ്റില്ല, ഇപ്പൊ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്നുള്ള മട്ടില് കുശല പ്രശ്നം അദ്ദേഹം നടത്തി. അങ്ങനെ അവരുടെ കുശല പ്രശ്നങ്ങൾക്കിടയില് ഇയാൾ എന്ത് ചിന്തിച്ചു? ഏതായാലും കൂടുതൽ കാര്യങ്ങൾ ഇനി ഇവിടുന്ന് അറിയാനുണ്ട്. ഇതാ വന്നു ഇതാ പോയി പറയുമ്പോഴത്തേക്ക് അധികം ഒന്നും അറിയാൻ പറ്റില്ല. കുറച്ചെന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞു പോകാനേ പറ്റുള്ളൂ. അപ്പോ വിശദമായിട്ട് അറിഞ്ഞ് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് ശരിയായ സത്യസന്ധമായ കാര്യങ്ങൾ പറയണമല്ലോ. അതാണല്ലോ ഒരു ദൗത്യം. ശരിക്കും ഒരു ദൂതന്റെ കൃത്യനിർവഹണം അതിലാണല്ലോ വിജയിക്കുക. അപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തു? ഞാൻ കുറെ മാസങ്ങൾ ഇവിടെ താമസിക്കാം, എന്നാലേ ഇവരുടെ കാര്യങ്ങളൊക്കെ എനിക്ക് നേരിട്ട് കണ്ടറിയാൻ പറ്റുള്ളൂ എന്ന് കരുതിക്കൊണ്ട് അവിടെ കുറെ മാസങ്ങളോളം താമസിച്ചു എന്നാണ് 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഉവാസ കതി ചിന്മാസാൻ, കുറെ മാസങ്ങൾ അവിടെ താമസിച്ചു. എന്നിട്ട് ഇവരുടെ ഇടയിൽ നടക്കുന്നതായ ദുഷ്ടപ്രവർത്തികളും നല്ല പ്രവർത്തികളും പാണ്ഡവന്മാരെ കുറിച്ചും കൗരവരെ കുറിച്ചും കൗരവര് പാണ്ഡവരോട് പെരുമാറുന്ന രീതികളെ കുറിച്ചും അവർക്കുണ്ടാകുന്നതായ അനുഭവങ്ങളെ കുറിച്ചും പാണ്ഡവന്മാർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ചും ഒക്കെ വളരെ വളരെ വിശദമായിട്ട് മനസ്സിലാക്കി അക്രൂരർ എങ്ങനെയുള്ള ആളാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്രൂരത ഒട്ടും ഇല്ലാത്ത ആളാണ്. പരമ ഭാഗവതോത്തമനാണ്. ഭഗവാനെ പരബ്രഹ്മമായിട്ട് കാണുന്ന വ്യക്തിയാണ്. നല്ല വിജ്ഞാനിയാണ്. വിനയത്തിന്റെ ഉടമയാണ്. എല്ലാ സർവ സമ്പദ് ഗുണങ്ങളും നിറഞ്ഞിട്ടുള്ള ഒരു മഹാനുഭാവനാണ് അക്രൂരര്. നല്ല ആളെ നോക്കിയിട്ട് തന്നെയാണ് ഭഗവാൻ തെരഞ്ഞെടുത്ത് അയച്ചത് കൃത്യനിർവഹണത്തിനായിട്ട്. അപ്പൊ അദ്ദേഹം അവിടെ താമസിച്ചുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾ അധികമൊന്നും താമസിക്കേണ്ടി വന്നില്ല. കുറച്ച് താമസിക്കുമ്പോഴത്തേക്കും തന്നെ എല്ലാ കാര്യങ്ങളും ഏകദേശം ഒട്ടും മനസ്സിലായി. കാരണം കുറച്ചത് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട്. നമ്മുടെ കുന്തിദേവി മാതാവും കൂടാതെ വിതുരരാണ് പ്രധാനമന്ത്രി. അദ്ദേഹവും കുന്തിദേവിയും കൂടിയിട്ട് ആരും കാണാതെയും കണ്ടിട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ ബോധിപ്പിച്ചു. അതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു. ആദ്യം മനസ്സിലാക്കിയ കാര്യം എന്താന്ന് വെച്ചാല് ഈ പാണ്ഡവന്മാർക്ക് നല്ല പോലെ കഷ്ടപ്പാട് അവിടെ ഉണ്ട്. അതാണ് സത്യം. എന്തുകൊണ്ട് കഷ്ടപ്പാട് വന്നു? ഈ ദുര്യോധനനും മറ്റ് കൗരവാദികളും ഒക്കെ തന്നെ അവരോട് പെരുമാറുന്ന രീതി വളരെ വളരെയധികം മോശമായിരുന്നു. അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ, അവരെ സങ്കടപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അവരോടുള്ള പെരുമാറ്റം. ഒന്നാമത് അവർക്ക് രാജഭരണം കൊടുത്തില്ല, അത് വലിയ തെറ്റ്. അത് പോട്ടെ, അതൊരു സാഹചര്യത്തിൽ അങ്ങനെ വന്നുണ്ടായി എന്ന് വിചാരിക്കാം. പക്ഷേങ്കിൽ അവരോട് പെരുമാറ്റത്തിനോ അവരോട് സ്നേഹം കാണിക്കുന്നതിനോ എന്തെങ്കിലും ഒരു കുറവ് വരുത്താൻ പാടില്ലല്ലോ. ഒരു കുടുംബത്തിൽപ്പെട്ട ജ്യേഷ്ഠനുജന്മാരും മക്കളല്ലേ. പക്ഷേ അതല്ല കാണിച്ചത്. അവരോട് നല്ല കടുത്ത വിദ്വേഷവും വെറുപ്പും അസൂയയും ഒക്കെ ആയിരുന്നു. അസൂയാണ് മെയിൻ കാരണം. ദുര്യോധനന് ആരുടെ പേരില്? പാണ്ഡവന്മാരുടെ പേരില്, പ്രത്യേകിച്ചും അർജുനന്റെ നേരം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് പാണ്ഡവന്മാര് നല്ല എല്ലാ സൽഗുണങ്ങളുടെയും വിളനിലങ്ങളാണ്. എല്ലാവർക്കും പല തരത്തിലുള്ളതായ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളൊന്നും തന്നെ ആർക്കില്ല? ദുര്യോധനനില്ല, കൗരവാദികൾക്കില്ല. അപ്പൊ അസൂയ വരും. അത് സർവ്വസാധാരണമാണ്. നമുക്കില്ലാത്ത ഒരു കഴിവ് മറ്റുള്ളവരിൽ കാണുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അസൂയയുടെ ഒരു മിന്നൽ വരും. അത് മനുഷ്യ സഹജമാണ്. അതേപോലെ ഒരു അസൂയ വന്നു. ആ അസൂയ മൂത്താലോ കൂടുതലായാലോ അത് വിദ്വേഷമായി, വെറുപ്പായി, അവസാനം അത് ശത്രുതയിലേക്കായി. ആ ശത്രുത എന്തായെന്ന് ചോദിച്ചാല് ഒരു യുദ്ധത്തിലേക്ക് നയിച്ചു. അങ്ങനെയാണ് കുരുക്ഷേത്ര യുദ്ധം ഉണ്ടാവുന്നത്. അപ്പോ ഈ പൗരവന്മാര്
പഞ്ചപാണ്ഡവന്മാര് നല്ലപോലെ കഷ്ടം അനുഭവിക്കുന്നുണ്ട് ഇവരുടെ ഇടയിലെ കടന്നിട്ട് എന്ന് ഇദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഈ അതിൻ്റെ ഇടയിൽ പ്രത പറഞ്ഞു കൊടുത്തു, കുന്തിദേവി പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ഇവിടെ കഴിയുന്ന കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ അവസ്ഥ ശോചനീയമായ അവസ്ഥയാണ്. ഞാൻ നാട്ടിൽ നിന്നും വന്നിട്ട് എൻ്റെ ജന്മഗ്രഹത്തിൽ നിന്നും വന്നിട്ട് കുറച്ച് കാലമായില്ലോ. കാരണം അദ്ദേഹം അല്ല കുന്തിദേവി വന്ന് ശൂരസേനൻ ആർക്ക് കൊടുത്തു? ഒരു ശ്രേഷ്ഠൻ എന്താ വളർത്തിയ കുന്തി മറന്നു എനിക്കത്. ആരാണ് കൊണ്ടുവന്നത്? ഭോജരാജാവിന്റെ ദത്തുപുത്രി ആയിട്ടാണ് കുന്തിദേവി വളർന്നത്. അപ്പോൾ ഗൃഹനില സ്വന്തം വീടൊക്കെ വിട്ടിട്ട് കുറെ കാലായി. അപ്പോൾ അവിടുന്ന് ഞാൻ വന്നതിന് ശേഷം അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ, എൻ്റെ വീട്ടുകാരൊക്കെ എന്നെ അന്വേഷിക്കാറുണ്ടോ, എന്നെ പറയാറുണ്ടോ, എന്നോട് എന്നെ പറ്റി ചോദിക്കാറുണ്ടോ, എൻ്റെ മക്കളെ കുറിച്ച് അന്വേഷിക്കാറുണ്ടോ? ഇനി എൻ്റെ മക്കളെ എൻ്റെയും കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭർത്താവ് മരിച്ചു, ഞാൻ വിധവയാണ്, എൻ്റെ മക്കളെ അനാഥരാണ്, ഞങ്ങൾ സനാതരല്ല. ഇങ്ങനെയുള്ള ഈ അവസ്ഥ അവിടെ രാമലക്ഷ്മണന്മാർ ഓർക്കാറുണ്ടോ? ചോദിച്ചോ ഭഗവാൻ എൻ്റെ കാര്യം? ഇതാണ് കുന്തിദേവിക്ക് അറിയേണ്ട കാര്യം. അക്രൂരരെ കാണേണ്ട താമസം ഓടിച്ചെന്ന് ചോദിക്കുന്നത് അതാണ്. എങ്ങനെയുണ്ട് എൻ്റെ കുടുംബക്കാരൊക്കെ, എങ്ങനെയുണ്ട്? എല്ലാവരെ പറ്റി അന്വേഷിക്കും. കൂടപ്പറപ്പുകളെ പറ്റിയിട്ട്, സഹോദരങ്ങളെ പറ്റിയിട്ട്, പിന്നെ നാത്തൂന്മാരെ പറ്റിയിട്ട്, സഖിമാരെ പറ്റിയിട്ട് എല്ലാവരെ കുറിച്ചും അന്വേഷിക്കും. അവസാനം പറയും, നീ എൻ്റെ കാര്യം വല്ലതും ചോദിച്ചോ ഭഗവാൻ? ഓർക്കാറുണ്ടോ എന്നെ കുറിച്ചിട്ട് എന്ന് ചോദിക്കും. അതാണ് മെയിൻ കാര്യം. അത് പക്ഷെ ഭഗവാൻ മാത്രം ഓർത്താൽ മതി കുന്തിദേവിക്ക്. കുന്തിദേവിക്ക് മറ്റുള്ള കൂടപ്പറപ്പൊന്നും കുന്തിദേവി ഓർമ്മിക്കണം എന്നില്ല. അങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യമായിരുന്നല്ലോ അവരുടേത്. അപ്പൊ അവർക്ക് ഭഗവാൻ തന്നെ ഓർക്കുന്നുണ്ടോ, ഭഗവാൻ വല്ലതും പറയാറുണ്ടോ, ഇത് അറിയണം. എൻ്റെ ഇവിടുത്തെ ഈ ശോചനീയ അവസ്ഥ ഭഗവാനെ ഒന്ന് ബോധിപ്പിക്കണം എന്ന് അക്രൂരരോട് കുന്തിദേവി പറയാണ്. ആ പറയുന്ന ശ്ലോകങ്ങള് 10, 11, 12 ശ്ലോകം, അല്ല 11, 12, 13 ശ്ലോകങ്ങള് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ അമ്മമാരൊക്കെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, നന്നാവാൻ വേണ്ടിയിട്ട് ദിവസേന പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു ശ്ലോകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വഭാവന പ്രപന്നാം പാഹി ഗോവിന്ദ ശിശുഭിച്ഛാവസീധീം നാന്യത്തവ പദാംബോജ പശ്യാമി ശരണം നൃണാം ബിഭ്യതാം മൃത്യു സംസാരാദീശ്വരസ്യാപവർഗികാത് നമ കൃഷ്ണായ ശുദ്ധായ ബ്രഹ്മണേ പരമാത്മനെ യോഗേശ്വരായ യോഗായ ത്വാമഹം ശരണം ഗതാം. ഞാൻ ശരണം പ്രാപിക്കുകയാണ് ഭഗവാനെ, ശരണാഗതി പ്രാപിക്കുകയാണ്. അത് പറയണേ ഭഗവാനെ, കൃഷ്ണ ശുദ്ധനാണ്, ബ്രഹ്മാവാണ്, നീ ശരിക്കും പരബ്രഹ്മമൂർത്തിയാണ്, പരമാത്മാവാണ്, യോഗേശ്വരനാണ്, ലോകം മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിക്കുന്ന ആളാണ് നീ. അങ്ങനെയുള്ള യോഗേശ്വരനായ നീ അല്ലാതെ എനിക്ക് ആരും ശരണമില്ല. തോമഹം ശരണം ഗത, നിന്നെ ഞാൻ ശരണം. നമുക്ക് എല്ലാവർക്കും വേണ്ട അറിഞ്ഞിരിക്കേണ്ടതും നമ്മൾ ചെയ്യേണ്ടതുമായ ഒറ്റ കാര്യം അതാണ്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു ആ കുന്തിദേവിയുടെ വാക്കുകൾ. ത്വാമഹം ശരണം ഗത, ഭഗവാനെ ഞാൻ നിന്നിൽ അഭയം പ്രാപിക്കുന്നു. എനിക്ക് ഇത്രയൊക്കെ ആൾക്കാരുണ്ടായിട്ട് എന്താ കാര്യം? എല്ലാവരും എന്നെ മനസ്സമാധാനം തരുന്നില്ല. എനിക്ക് ഇനി ഭഗവാനല്ലാതെ എനിക്ക് ആരും ഇല്ല എന്ന് അക്രൂരാണെങ്കിൽ ഇത് സ്വന്തം പെങ്ങളാണ്, പെങ്ങളുടെ ഈ സഹോദരിയാണ്. സഹോദരിയുടെ ഈ വാക്കുകളും കേട്ടപ്പോ വല്ലാതെ ദുഃഖം പൂണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വരികള് വളരെ ഹൃദയസ്പൃക്കായിട്ടാണ് കുന്തിദേവി അക്രൂരരോട് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇനി എൻ്റെ അടുത്ത അവസ്ഥ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മക്കളും ഇവിടെ കഴിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെന്നായ്ക്കളുടെ ഇടയിൽ കഴിയുന്ന ഒരു മാൻപേടയെ പോലെയാണ്. ചെന്നായ്ക്കളുടെ അറിയാലോ, ഒരു ചെന്നായുടെ ഇടയിൽ തന്നെ ഒരു മാൻപേട വെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? ഏത് സമയത്തും വധഭീഷണി അല്ലെ, ഏത് സമയത്തും ആപത്ത് സംഭവിക്കാം. അപ്പൊ അങ്ങനെ ഏത് സമയത്ത് ആപൽ ഭീതിയുടെ നിഴലിലാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ട് വരുന്നത്. ഇവിടെ എന്തും ഞങ്ങൾക്ക് സംഭവിക്കാം. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, ഭഗവാൻ ഭീമന് വിഷം കൊടുത്തി കൊല്ലാനായിട്ടൊക്കെ ഇവിടെ ശ്രമം നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും ഒന്നുകൂടി അക്രൂരരെ അതൊക്കെ ഭഗവാനെ ബോധിപ്പിക്കാനായിക്കൊണ്ട് കുന്തി മാതാവ് പറഞ്ഞു കഴിഞ്ഞ ശേഷം പിന്നെ അടുത്ത ശ്ലോകത്തിൽ പറയാണ്, ശ്രീ ശുഖ ഉവാച ഇത്യനുസ്മൃത്യ സ്വജനം കൃഷ്ണം ച ജഗദീശ്വരം പ്രാരുരദ്ദുഃഖിതാ രാജൻ ഭവതാം പ്രപിതാമഹി
ഇങ്ങനെ അറിയോ, വളരെ കരഞ്ഞു ആയിട്ടാ പറയണത്. ദുരൂത പറഞ്ഞാൽ ഭയങ്കര ദുഃഖിച്ച് കരയാണ്. ദുഃഖിച്ചിങ്ങനെ വാവിട്ട് ഉറക്കം അങ്ങോട്ട് കരയാണ്. നമുക്ക് സങ്കടം കൂടുതലാവുന്ന സമയത്ത് അങ്ങനെയാണല്ലോ, അതാ പൊട്ടിപ്പോകും ചിലപ്പോൾ. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നും ശബ്ദവും കണ്ണുനീരും ഒക്കെ ഒന്നിച്ചു വരും. അങ്ങനെ അതേപോലെ സഹിക്ക വയ്യ, ആരെങ്കിലും കാണുമ്പോൾ അവരുടെ സങ്കടം ഒന്ന് ബോധിപ്പിച്ചാൽ മതി പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു കുന്തി ദേവി. അക്രൂരരെ കണ്ട മാത്രമേ തന്റെ സങ്കടത്തിന്റെ അണ പൊട്ടി എല്ലാം കൂടെ പറഞ്ഞു കരഞ്ഞപ്പോ അക്രൂരർ എന്ത് ചെയ്യും? സാധാരണയായിട്ട് നമുക്ക് ആശ്വസിപ്പിക്കും, കരയണ്ടാട്ടോ, ഒന്നും ഉണ്ടാവില്ല, പേടിക്കണ്ട, ഇനി നല്ല സ്ഥിതി വരും, ഭഗവാനെ അറിയാം, ഇതെല്ലാം ഞാൻ ബോധിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്ന വരികളാണ് 15-ാമത്തെ വരി. എന്നിട്ട് എന്ത് പറഞ്ഞിട്ടാണ് ആശ്വസിപ്പിക്കേണ്ടത്? ഭയപ്പെടണ്ട, ഒന്നുകൊണ്ട് നീ ഭയപ്പെടണ്ട, കാരണം നമുക്കുണ്ടായിട്ടുള്ള സന്താനങ്ങൾ അങ്ങനത്തെ സന്താനങ്ങളാണ്, ഈശ്വരാംശങ്ങളാണ് നമുക്കുണ്ടായിട്ടുള്ളത്. അവരുടെ ഉൽപ്പത്തിയെ കുറിച്ചിട്ടൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ദുർവാസാവ് മഹർഷിയുടെ വരാനുഗ്രഹത്താലാണ് ഓരോ മക്കളും നമുക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കണക്ക് ഓരോരുത്തരുടെയും പിതാമഹന്മാരെ പറ്റിയിട്ട്, ലൗകിക പിതാവ് പാണ്ഡു ആണെങ്കിലും ഈശ്വരാംശമായിട്ടുണ്ടായിട്ടുള്ള പിതാക്കന്മാരാണ് ഇവര്. അതായത് അവരുടെ ഓരോരുത്തരുടെ അച്ഛന്മാരെ കുറിച്ചും പറഞ്ഞു കൊടുക്കുക. ഇന്ദ്രപുത്രനാണ് അർജുനൻ, യമധർമ്മരാജാവിന്റെ മകനാണ് യുധിഷ്ഠിരൻ, പിന്നെ വായുപുത്രനാണ് ഭീമൻ, അശ്വിനി പുത്രന്മാരാണ് നകുല സഹദേവന്മാര്. അങ്ങനെ എല്ലാവരും ഈ 5 പേരും ഈശ്വരാംശന്മാരാണ്. അവർക്കൊക്കെ ദൈവിക, നീ കാണുന്ന വിചാരിക്കുന്ന മാതിരിയൊന്നും അല്ല നിന്റെ മക്കൾ. നിന്റെ മക്കൾക്ക് ഒരുപാട് കഴിവുണ്ട്, ഒരുപാട് അവർ എന്തായാലും അവർ നന്നാവും. അവരുടെ ഭാഗത്ത് നല്ല ധർമ്മമുണ്ട്, എല്ലാ സ്വഭാവ ഗുണങ്ങളും തികഞ്ഞ മക്കളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈശ്വരാംശം ഉള്ളവരാണ് അവര്. അതുകൊണ്ട് ഓർത്ത് നീ ദുഃഖിക്കണ്ട, വിഷമിക്കണ്ട, ഞാൻ എല്ലാ വിവരങ്ങളും അവിടെ ചെന്ന് പറയാം എന്ന് പറഞ്ഞ് കുന്തി ദേവിയെ ആശ്വസിപ്പിക്കുകയാണ്. ഇനി അങ്ങനെ ഇത് കഴിഞ്ഞ ഉടനെ ശരി, എന്തായാലും വന്ന കാര്യം ആയോല്ലോ, ഇവരുടെ വിവരങ്ങൾ അറിഞ്ഞു, നല്ലപോലെ വിഷമമുണ്ട്, കുറച്ച് താമസം. ആ 4-ാമത്തെ ശ്ലോകത്തിൽ പറയണ്ടല്ലോ, കതി ചിന്മാസാൻ ഒരു വാക്കുകൾ പറയണ്ടല്ലോ, ഉപാസ കതി ചിന്മാസാൻ, കുറച്ച് മാസങ്ങൾ അവിടെ താമസിച്ചു എന്ന് പറയണ്ട. അപ്പൊ താമസിക്കുമ്പോ തന്നെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. കുറച്ച് മാസങ്ങൾ കൊണ്ട് വിവരങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഇനി ശരി തിരിച്ചു പോകാം എന്ന്, തിരിച്ചു പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്താണ് ആരെ കാണുന്നത്? ധൃതരാഷ്ട്രത്തെ. എന്തായാലും പറയണമെന്നുണ്ടായിരുന്നു, ധൃതരാഷ്ട്രയെ ഒന്ന് ഓർമ്മിപ്പിക്കണം എന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ മനസ്സിൽ. പക്ഷെ അത് സന്ദർഭം ഒത്തുവരണ്ടേ, എന്നാലല്ലേ പറയാൻ പറ്റില്ല. ഇത്രയും സന്ദർഭങ്ങളെ, ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ധൃതരാഷ്ട്രയുടെ അടുത്തേക്ക് മെല്ലെ നീങ്ങി. പുറപ്പെട്ടു പോകുമ്പോഴല്ലേ കുറച്ച് പറയാൻ പറ്റുള്ളൂ. അത് പോയ ശേഷം പറയാൻ പറ്റില്ല, പോകുന്നതിന് വളരെ മുന്നേ പറയാൻ പറ്റില്ല. പോകാൻ പുറപ്പെടുന്നതിന് കുറെ മുന്നേ പറഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ കഴിയില്ല. കാരണം അപ്പോഴേക്കും രണ്ടുപേരും തമ്മിൽ മനസ്സിന് അസ്വസ്ഥ ഉണ്ടാവും. അപ്പൊ അതിനേക്കാൾ നല്ലത് പോകുന്ന സമയത്ത് പറയാം എന്ന് വിചാരിച്ചിട്ട് അവസാന നിമിഷം ധൃതരാഷ്ട്രയെ സമീപിക്കുകയാണ് അക്രൂരര്. എന്നിട്ട് 16-ാമത്തെ ശ്ലോകം 17-ാമത്തെ ശ്ലോകം തുടങ്ങി പറയാണ്. അത് എങ്ങനെ അവിടെ വെച്ചിട്ട്? ബന്ധുക്കളുടെ ഒക്കെ ഇടയിൽ വെച്ചിട്ട്, രാജസദസ്സിൽ വെച്ചിട്ടാണ് അപമാനിക്കാൻ പോലെ പറയുന്നത്. അത് മുറിപ്പെടുത്തുന്ന മാതിരി, ഒരു വ്രണപ്പെടുത്തുന്ന മാതിരി, ഒരു വിമർശിക്കുന്ന മാതിരി, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കരുതാം. അങ്ങനെ പറയാണ്. ഭോബോ വൈചിത്രവീര്യ എന്നാണ് വിളിക്കുന്നത്, വിചിത്രവീരന്റെ മകനെ. നല്ല നല്ല സംബോധനയാണ്, കേൾക്കുമ്പോൾ വിചാരിക്കും ആദരവോടുകൂടിയാണ് വിളിക്കുന്നത്. ത്വം കരുണാം കീർത്തി വർധന, അങ്ങയുടെ കീർത്തി വർദ്ധിക്കട്ടെ. പല അർത്ഥം കൊണ്ടും ആവാം. നല്ലൊരു രാജാവായി തീർന്നാൽ നല്ല പോലെ കീർത്തി കിട്ടും, അല്ലെ? അതേ സമയത്ത് ഇങ്ങനെയുള്ള ദുഷ്പ്രവർത്തികൾക്ക് കൂട്ടുനിൽക്കുകയാണെന്നുണ്ടെങ്കിലോ അതുവഴിയും ഒരു ദുഷ്കീർത്തി കിട്ടും. ഇതിപ്പോ ധൃതരാഷ്ട്രക്ക് എങ്ങനെയാ കിട്ടണമെന്ന് വെച്ചാല്, സ്വതാവേ ഒരു അന്ധനാണ്, അന്ധന് രാജ്യം ഭരിക്കാനുള്ള അവകാശം ഇല്ല. സ്വന്തം ദേഹം നോക്കാൻ പോലും കഴിവില്ലാത്ത ഒരു വ്യക്തി എങ്ങനെയാ രാജ്യം ഭരിക്കുക? ആ രാജഭരണം തന്നെ വീണ് കിട്ടിയതാണ്. എങ്ങനെ വീണ് കിട്ടി? പാണ്ഡു മരിച്ചപ്പോ പിന്നെ അടുത്ത ഭരണാധികാരി പാണ്ഡുവിന്റെ മക്കളാവേണ്ടതാണ്. പക്ഷെ പാണ്ഡുവിന്റെ മക്കൾക്ക് പ്രായമായിട്ടില്ല, ഒരു രാജഭരണം മേൽക്കാനുള്ള പ്രായം വന്നിട്ടില്ല. അപ്പോൾ ഭീഷ്മാദികൾ എന്ത് ചെയ്തു? ശരി, കുട്ടികളല്ലേ നിങ്ങൾ, ഇവർ വളർന്നു വലുതാവുമ്പോൾ ഇവർക്ക് രാജഭരണം കൊടുക്കാം, അതുവരേക്കും തൽക്കാലം ഈ സിംഹാസനത്തില് ധൃതരാഷ്ട്ര ഇരുന്നോളൂ എന്ന് വെച്ചിട്ട് ധൃതരാഷ്ട്രയെ പിടിച്ചിരുത്തി. ധൃതരാഷ്ട്ര സിംഹാസനത്തിൽ കയറി. സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ധൃതരാഷ്ട്ര വിചാരിച്ചു, ഞാൻ ഈ സിംഹാസനത്തെ പറ്റിയവനാണ്. പക്ഷേ ഭരണം കൊണ്ട് മനസ്സിലായി എല്ലാവർക്കും, അല്ല,
എന്താണ് ധൃതരാഷ്ട്രമുള്ള ഏക തെറ്റ് അല്ലെങ്കിൽ ദോഷം? സ്വപുത്ര സ്നേഹം, രമം, മക്കളോടുള്ളതായ അമിതമായ സ്നേഹം. അത് ഒരിക്കലും പാടില്ല എന്ന് നമുക്ക് ധൃതരാഷ്ട്രയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹം തന്റെ അനുജന്റെ മക്കളെ, പാണ്ഡുവിന്റെ മക്കളെ സ്വന്തം പുത്രന്മാരായിട്ടല്ല അദ്ദേഹം കണക്കാക്കിയത്. അവരെയും തന്റെ പുത്രന്മാരെ പോലെ തന്നെ സമഭാവനയോടെ കണ്ടിരുന്നുവെങ്കിൽ അക്രൂരർക്ക് ധൃതരാഷ്ട്രത്തെ പറ്റി നല്ലതേ പറയാനുണ്ടാവും ഭഗവാനോട്. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്. കണ്ടത് എന്താണ്? എല്ലാം തന്നെ ഒരു തരത്തിൽ ദ്രോഹ മനോഭാവമാണ് ധൃതരാഷ്ട്രയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഇത് കണ്ട് മനസ്സിലാക്കിയപ്പോഴാണ് ധൃതരാഷ്ട്രയോട് പറയുന്നത്, നമുക്ക് ഈ കിരീടം അല്ലെങ്കിൽ ഈ സിംഹാസനം വെറുതെ കിട്ടിയതല്ലേ, അത്ര ഇതൊന്നും വേണ്ട, ഗർവ് കാണിക്കൊന്നും വേണ്ട, ഇതിപ്പോ എപ്പോഴാ പോവാന്ന് അറിയില്ല, ഭരണാധികാരികൾ വേറെ ഉണ്ട് ഇവിടെ, അവര് വന്നു കഴിഞ്ഞാൽ സ്ഥാനം നിനക്ക് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു പരിഹാസ ഭാവേന പറയാനോട്. ഇനി 18ാമത്തെ ശ്ലോകം തുടങ്ങിയിട്ട് 25ാമത്തെ ശ്ലോകം വരെയും അതൊക്കെയാണ് പറയണത്. അദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കുകയാണ്, ധർമ്മോപദേശം നൽകിയിട്ട കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ ബദിരന്റെ മുഖത്ത് ശങ്കൂരിയെ പോലെ, എന്നുവെച്ചാൽ എന്ത് കേട്ടാലും ഒരു മാറ്റവും ധൃതരാഷ്ട്രക്ക് വന്നില്ല. എന്ത് പറഞ്ഞു കുറെ ഉപദേശങ്ങൾ കൊടുത്തിട്ട് പറയും, നമ്മുടെ നാട്ടില് ഈ ജീവിതത്തിനെ പറ്റി ഒന്ന് നല്ലപോലെ ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്താണ് ഇവിടെ പറയുന്നത് നോക്കൂ. ഏക പ്രസൂയതേ ജന്തുരേക ഏവ പ്രലീയതേ ഏകോനുഭുക്തേ സുഹൃതം ഏക ഏവ ച ദുഷ്കൃതം. നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് തന്നെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വരിയാണ്, ശ്ലോകമാണ് ഈ 21ാമത്തെ ശ്ലോകം. വളരെ തത്വം അല്ലെ അടങ്ങിയിട്ടുള്ള ഒരു ശ്ലോകമാണത്. എല്ലാവരും തന്നെ ഒറ്റയ്ക്ക് തന്നെയാണ് ജനിക്കുന്നത്, പ്രത്യേകിച്ച് മനുഷ്യഹരക്ക. മൃഗങ്ങളാണ്, ചില ജീവികളാണ് കുറെ അധികം ഒന്നിച്ച് ജനിക്കുന്നത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏകനായി ജനിക്കുന്നു, ഏകനായി മരിക്കുന്നു, ആരും കൂടെ വരുന്നില്ല. ആ ഇടയിലുള്ള ആ സമയത്ത് മാത്രം നമുക്ക് ഭാര്യ, ഭർത്താവ്, മക്കളെ, ചെറുമക്കളെ, അങ്ങനെ ഒരു കുടുംബം നമ്മൾ കെട്ടിപ്പടുക്കണം. അവരോട് കൂടി സന്തോഷമായിട്ടും സന്താപമായിട്ടും ഒക്കെ നമ്മൾ അങ്ങനെ ജീവിച്ചു പോകണം. അപ്പോ എന്താ അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കണം, നീ ഇതൊക്കെ കരുതുന്നതൊക്കെ തെറ്റാണ്. നീ ദുര്യോധനാദികളെ അല്ലെങ്കിൽ കൗരവാദികളെ മാത്രം നിന്റെ മക്കളായിട്ട് കണ്ണുകൊണ്ട് കാണാതെ നിനക്ക് ശരിക്കും ഭരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നീ അങ്ങനെ കാണില്ല. അതാണ് സൂചിപ്പിക്കണത്. നിനക്ക് പാണ്ഡുവിന്റെ മക്കളെ നീ നിന്റെ മക്കളായി കരുതൂ, എന്തുകൊണ്ട് കരുതുന്നില്ല താങ്കളെ എന്നാണ് ചോദിക്കുന്നത് അക്രൂരർ. അങ്ങനെ ചോദിച്ചിട്ട് അദ്ദേഹത്തിന് വേണ്ട ധർമ്മോപദേശം കൊടുക്കുകയാണ്. അതിനിടയിൽ വേറെന്ന് പറയുന്നുണ്ട്. അതായത് 22ാമത്തെ ശ്ലോകത്തില് അധർമ്മോപജിതം വിത്തം ഹര്യന്തേനൽപമേധസാ സംഭോജനീയ ഉപദേശ ജലാനീവ ജലൗകസ. അതായത് വലിയൊരു ജലാശയത്തിൽ കുറെ മത്സ്യങ്ങൾ ഇട്ട് വെച്ച് വിചാരിക്കാം. ആ മത്സ്യങ്ങള് കുറച്ച് വെള്ളം ഉണ്ടല്ലേ, ആ വെള്ളവും കുടിച്ചിട്ട് വളർത്തും. അമ്മ വലിയ മത്സ്യം ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങനെ നോക്കി വളർത്തുമ്പോൾ കാലം അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഈ വെള്ളം വറ്റും. വെള്ളം വറ്റിക്കഴിഞ്ഞാല് കുഞ്ഞുങ്ങൾക്ക് വെള്ളമില്ല, അപ്പൊ ചത്തുപോകും. ഈ അവസാനം ഈ അമ്മയും ചാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതങ്ങളൊക്കെ. നമ്മൾ കുറെ അങ്ങോട്ട് അധർമ്മത്തിലൂടെ പൈസ സമ്പാദിക്കും, നേടും, എന്തോ വെട്ടിപ്പിടിക്കും അല്ലെ, ഇതൊക്കെ എനിക്കുള്ളതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോകുമ്പോഴോ ഒന്നും കൊണ്ടുപോകുന്നില്ല. 2 കൈയും തുറന്നിട്ടാണ് പോണത്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഡെഡ് ബോഡി എന്താണ് ഇതിലിട്ട് കേടകത്തിലിട്ട് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന്റെ 2 കൈയും പുറത്തിടാൻ ആവശ്യപ്പെട്ടു അത്ര അദ്ദേഹം. എന്നിട്ട് ആ ശവപ്പെട്ടിയുടെ പുറത്തായിരുന്നു 2 കൈയും കടന്നിരുന്നത്. 2 കൈ 2 ഭാഗത്തേക്കായിട്ട്. എന്തിനാണ് എന്താ, ഞാൻ ഒന്നും തന്നെ ഈ രാജ്യത്ത് നിന്നും കൊണ്ടുപോകുന്നില്ല. അത് വളരെ ഒരു എല്ലാവർക്കും നമുക്കൊക്കെ അറിയണത് തന്നെയാണ്. എന്നാലും നമ്മുടെ മോഹത്തിനൊരു അതിരുണ്ടാവില്ല. നമുക്ക് നേടണം ഇതൊരൊറ്റ ചിന്തയേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇന്നത്തെ സമകാലിക ചിന്ത എല്ലാം നോക്കിയാൽ തന്നെ നമുക്കറിയാം, പണത്തിനോട് എത്രയാണ് ജനങ്ങൾക്ക് ആർത്തി, എത്രയാണ് കൊതി, എത്ര കിട്ടിയാലാണ് മതിയാവുക എന്നറിയില്ല. പക്ഷെ എന്നിട്ടോ അതൊന്നും നമുക്ക് ഉപയോഗപ്പെടില്ല. കുറച്ചു നേരം കൈ വെക്കാം, ഇതിൻ്റെയൊക്കെ ഉടമസ്ഥാവകാശം നമുക്ക് പറയാം എന്നല്ലാതെ ഈ ഭൂമി വിട്ടു പോകുമ്പോൾ എന്തെങ്കിലും നമ്മൾ കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല. അതൊന്നും ചിന്തിക്കാതെയാണ് ധൃതരാഷ്ട്ര നീ പ്രവർത്തിക്കണത് എന്ന സൂചനയോട് കൂടിയിട്ട് അക്രൂരെ പറയാണ്, എന്ത് തന്നെ നീ നേടിയാലും ശരി, ഇതൊന്നും നിന്റെ മക്കൾക്ക് ഉപകാരപ്പെടില്ല. മക്കൾക്കും ചെറുമക്കൾക്കും ഒക്കെ ഒരു കാലത്ത് ഇതൊക്കെ നശിച്ചു പോകും. അതുകൊണ്ട് നീ ഇതിനോടൊന്നും അമിത ആസക്തി, അമിത മോഹം
വെച്ച് പുലർത്തരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞിട്ട് പറയും, പിന്നെ പറയും, പാപം നീ എങ്ങനെ വച്ചുകൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ അനുഭവിക്കേണ്ടി വരും. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിച്ചിടുക എന്നതേ വരൂ. ഇവിടെ വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട് വാൽമീകി മഹർഷി. അപ്പോ അത് വളരെ ശരിയാണ്. നമ്മൾ എന്തൊക്കെ നന്മ ചെയ്തു ആ നന്മ നമ്മുടെ കൂടെ ഉണ്ടാവും. അത് നമ്മുടെ മരണത്തെ ആ സമയത്തോ അല്ലെങ്കിൽ മരിച്ചതിന് ശേഷമോ നമ്മളെ മക്കളെ കൊണ്ട് അത് അറിയാൻ ഇടവരും. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. കഴിയുന്നത്ര ദുഷ്പ്രവർത്തികൾ നിന്നും വിട്ടു നിൽക്കണം എന്നാണ് ഈ ശ്ലോകങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ എന്തൊക്കെ പാപം ചെയ്തോ ആ പാപകർമ്മങ്ങളുടെ ഫലം നമ്മൾ അനുഭവിക്കും. അല്ല നല്ല കർമ്മങ്ങൾ ചെയ്തോ അത് നല്ല ഒന്നുകിൽ പ്രായശ്ചിത്തെങ്കിലും വേണം. അതും കൂടി ഇല്ലാതെ വന്നാൽ അതിൻ്റെയൊക്കെ തിക്തഫലം നമുക്ക് തന്നെ കിട്ടും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയണം, നീ നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്തതെന്ന് വിചാരിക്കൂ. ധൃതരാഷ്ട്രരോട് പറയണ, താങ്കൾ നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്തെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വയസ്സുകാലത്ത് വാർദ്ധക്യകാലത്ത് നല്ല സമചിത്തോടുകൂടി സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കാൻ പറ്റും. ശാന്തോ ഭവ പ്രഭു. ആ വയസ്സുകാലത്ത് നല്ല നല്ല സമാധാനം സന്തുഷ്ടിയുള്ള ഒരു ജീവിതം ഉണ്ടാകും എന്ന് പറയുകയാണ്. അപ്പൊ നീ മനസ്സിനെ വിവേകം കൊണ്ട് ബുദ്ധി കൊണ്ട് അടക്കൂ, മനസ്സിനെ നിയന്ത്രിക്കൂ, എല്ലാ ആത്മസംയമനത്തോടുകൂടി കാര്യങ്ങൾ നടത്തൂ. മക്കളെ രണ്ടു കൂട്ടരെയും, അനിയന്റെ മക്കളെയും സ്വന്തം മക്കളെയും കൂട്ടത്തിൽ പ്രജകളെയും ഒരേപോലെ ഒരേ കണ്ണോടെ ഒരേ മനസ്സോടെ അവരെ സ്വീകരിക്കൂ എന്ന്. സമഭാവന വേണം എന്നാണ് അക്രൂരർ നൽകിയ ധർമ്മോപദേശം. എന്നാൽ ഈ 26ാമത്തെ ശ്ലോകം തുടങ്ങി 29ാമത്തെ ശ്ലോകം വരെ ആ 3 ശ്ലോകങ്ങളില് ധൃതരാഷ്ട്രർ പറയുന്നതാണ്, പറ്റില്ല, നീ പറയുന്നതൊക്കെ എനിക്കിഷ്ടായി, വളരെ നല്ല കാര്യങ്ങളാണ് എനിക്ക് ഉപദേശിച്ചു തന്നത്, അതിനോടൊക്കെ ഞാൻ യോജിക്കണം, പക്ഷേ എനിക്കതിന് സാധ്യമല്ല. എന്താണ്? എനിക്ക് എൻ്റെ മക്കള്, ഗീതയിൽ തുടക്കം തന്നെ അങ്ങനെയാണല്ലോ, എൻ്റെ മക്കള് സഞ്ജയനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ മക്കള് ജയിച്ചോ, കുരുക്ഷേത്രത്തിൽ ഉണ്ടോ, യുദ്ധത്തിന് അറിഞ്ഞോ എന്നൊക്കെയാണ് അന്വേഷിക്കണത്. അത്രയ്ക്കും മക്കളോടുള്ള ഭ്രാന്ത് എന്ന് വേണം പറയാം. അമിത സ്നേഹം, അമിത മോഹം. കുരുടനാണല്ലോ, കണ്ടിട്ടുമില്ല, ഒന്നും അറിയൂല, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും അറിയില്ല, മക്കൾ കാട്ടിക്കൂട്ടുന്ന വികൃതികളും അറിയില്ല. അപ്പോ ആ സ്നേഹം മാത്രം കൈമുതലാക്കി വെച്ചിരിക്കുകയാണ് ഈ വയോവൃദ്ധൻ. അങ്ങനെ നീ ഇത്രയൊക്കെ പറഞ്ഞാലും എന്തൊക്കെ തന്നെ ഉപദേശിച്ചാലും അമൃത് കുടിച്ച പോലെയായി നിന്റെ ഉപദേശം എനിക്ക്. പക്ഷേ എനിക്ക് സാധ്യമല്ല എൻ്റെ മക്കളെ വിട്ടു നിൽക്കാൻ, അല്ലെങ്കിൽ എൻ്റെ മക്കളെ കഴിച്ചിട്ടേ ഉള്ളൂ എനിക്ക്, എന്നിട്ട് ഞാൻ എൻ്റെ അനിയൻ്റെ മക്കൾക്ക് സ്ഥാനം കൊടുക്കുള്ളൂ, എനിക്ക് ഇവരെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. ഏതുപോലെയാണ് അത്? നീ ഒരുപാട് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ സൗദാമിനി യഥ എന്നാണ്, ഇടിമിന്നൽ പോലെയാണ്. ഇതാ വന്നു, എൻ്റെ മനസ്സിലേക്ക് വന്നു, അപ്പൊ തന്നെ അത് പോവുകയും ചെയ്തു. ഞാനതൊന്നും ഏറ്റി മനസ്സിൽ കൊണ്ട് നടക്കുകയില്ല, ഞാനത് പ്രകാരം പ്രവർത്തിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ വരുന്ന എന്തൊക്കെ വന്നാലും ശരി, വരണതൊക്കെ അവരവർ തന്നെ അനുഭവിക്കണം. യോ ദുർവിമർശ പദയാ നിജമായ ഏതം സൃഷ്ട്വാ ഗുണാൻ വിഭജതേ തദനുപ്രവിഷ്ട തസ്മൈ നമോ ദുരവബോധ വിഹാരതന്ത്ര സംസാര ചക്രഗതയെ പരമേശ്വരായ. ഇത്രയും പറഞ്ഞുകൊണ്ട് ധൃതരാഷ്ട്ര വാക്കുകൾ അവസാനിപ്പിക്കണം. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നീ ഏതായാലും വന്ന ദൗത്യം പൂർത്തിയാക്കി തിരിച്ചു പോകാൻ തന്നെ ആയിട്ട് അക്രൂരർ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് മധുരയിൽ വന്നു, ഭഗവാനെ കണ്ടു, എല്ലാ കാര്യങ്ങളും നടന്ന കാര്യങ്ങളും മൊത്തം വിവരിച്ചു കൊടുത്തു. ഭഗവാന്റെ മുന്നിൽ ഇതൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്, ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അവർ നടക്കുന്നത്, അതുകൊണ്ട് എൻ്റെ ആ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിട്ട് വന്നു എന്ന് പറയണം. ഈ അധ്യായം നമുക്ക് ചില ആത്മീയ സന്ദേശങ്ങൾ തരുന്നുണ്ട്. ഒന്നാമതായിട്ട്, ഒരു ഭക്തൻ തൻ്റെ കടമ നിർവഹിക്കണം. ഭഗവാന്റെ ദൂതനായി വരുന്ന അക്രൂരൻ തൻ്റെ കൃത്യമായിട്ട് തന്നെ ചെയ്തു. പിന്നെ രണ്ടാമത്തെ സന്ദേശം തരുന്നത് അമിത മോഹം, അമിത സ്നേഹം, മക്കളോടും ആരോടായാലും ശരി, ബന്ധുക്കളോടായാലും ശരി, പണത്തിനോടായാലും ശരി, വിത്തത്തിനോടായാലും ആരോടായാലും ശരി, സ്ഥാനമാനങ്ങൾക്കോടായാലും ശരി, എന്തിനോടും അമിതമായ ഭ്രമം അല്ലെങ്കിൽ മോഹം പാടില്ല. ഇവിടെ പ്രത്യേകിച്ച് ധൃതരാഷ്ട്രക്കുണ്ടായ മോഹം സിംഹാസനത്തെക്കാളും മക്കളോടായിരുന്നു. അതുകൊണ്ട് ആ അന്ധമായ സ്നേഹം പിന്നെ ഒരു യുദ്ധത്തിനാണല്ലോ ഇടവെക്കുന്നത്.
പിന്നെ വേറൊരു സന്ദേശം നമുക്ക് കിട്ടുന്നത്, ഭഗവാനെ എന്തിനും നമുക്ക് ആശ്രയിക്കണം. ഏത് ആപത്തിലും നമുക്ക് ഭഗവാനെ ഉണ്ടാവുള്ളൂ, ആരും കൂടെ ഉണ്ടാവില്ല. കൂടിയെല്ലാം മരിക്കുന്ന നേരത്തും കൂടിയെല്ലാം പിറക്കുന്ന നേരത്തും, ശരിയല്ലേ അത്? നമ്മളെ കൂടെ ആരും ഉണ്ടാവില്ല. ഈ ഇടകായി നമ്മൾ ബസ്സിൽ കയറി കുറച്ചു നേരം ഒരു യാത്ര കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോകും. അതേ ആളാണ് നമ്മുടെ ജീവിതം. ആ ഇടയിൽ ഇരിക്കുന്ന നേരം നമ്മൾ അടുത്തിരിക്കുന്നവരോടൊക്കെ എന്തൊക്കെ ചില പ്രശ്നം നടത്തും, അത്രയേ ഉള്ളൂ. അന്ന പോലെയാണ് നമ്മുടെ ജീവിതം. അപ്പൊ നമ്മള് ജനിക്കുമ്പോൾ ആരെയും കൂടെ കൊണ്ടുവരുന്നതുമില്ല, പോകുമ്പോൾ കൂടെ ആരെയും കൊണ്ടുപോകുന്നതുമില്ല. അതിനിടയിൽ വരുന്നതായ സുഖദുഃഖങ്ങൾക്കൊക്കെ ഭഗവാൻ മാത്രമേ നമുക്ക് കൂട്ടുള്ളൂ. നമ്മൾ ഭഗവാനെ നല്ല പോലെ ഒന്ന് ആശ്രയിച്ചാൽ, ഒരു കൈ കൊടുത്താൽ തീർച്ചയായും ഭഗവാൻ നമുക്ക് ആശ്രയം തരും എന്നാണ് എൻ്റെയും നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരുടെയും അനുഭവം അത് തന്നെ ആയിരിക്കും. ഏത് ആപത്ത് വന്നാലും കുന്തിദേവി കണ്ടില്ലേ ഭഗവാനെ വിളിച്ച് കരയുന്നത് എന്ന പോലെ നമുക്ക് കരഞ്ഞിട്ടില്ലെങ്കിലും കരയും, മനസ്സിലുള്ളിൽ കരഞ്ഞാലും. ഇത് അശ്രുകലേക്ഷണ എന്നാണ് പറയുന്നത് കുന്തിദേവിയെ പറ്റിയിട്ട്. കണ്ണുനീർ തൂക്കിക്കൊണ്ടാണ് കുന്തിദേവി പറഞ്ഞത്. നമുക്ക് അത്രയൊന്നും പറഞ്ഞ് കണ്ണുനീർ തൂക്കിയിട്ടില്ലെങ്കിൽ എന്നാലും ഗുരുവായൂർ പോകുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. ഒരു കാര്യം പറയാനൊന്നും ഉണ്ടാവില്ല നമുക്ക് മനസ്സങ്ങനെ ബ്ലാങ്ക് ആയിരിക്കും. എൻ്റെ അനുഭവം പറയാണ്, ഗുരുവായൂർ നടക്കി ചെന്ന് നിന്ന് ഞാൻ മനസ്സ് ബ്ലാങ്ക് ആയിരിക്കും. ചെല്ലുമ്പോൾ വിചാരിക്കും എന്തൊക്കെയോ എന്ന് പറഞ്ഞിട്ട് വരണമെന്ന്. അവിടെ ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാവില്ല എനിക്ക് പറയാനായിട്ട്. ഞാൻ അങ്ങനെ കണ്ണുനീർ മാത്രം എനിക്ക് ഒഴുകുന്നുണ്ടാവും. അത് മിക്കവാറും എല്ലാവരുടെയും അനുഭവം അതായിരിക്കും. അതറിയില്ല, ഭഗവാൻ അറിയുന്നുണ്ടാവും നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത് എന്നുള്ളത്. അതുകൊണ്ടായിരിക്കും നമുക്ക് ഈ അശ്രുകണങ്ങളിൽ കൂടി നമ്മുടെ വേദന അവിടെ സമർപ്പിക്കുകയാണ് എന്ന പോലെ. അപ്പോ അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഭക്തിഭാവം, ഭഗവാനോട് നമുക്ക് ഭക്തി ഭാവം ഉണ്ടാവണം. നീ അല്ലാതെ എനിക്ക് ആരും ഇല്ല എന്നുള്ള ഒരു ധാരണ ഒരു മനസ്സിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തിനും നമുക്ക് ഭഗവാൻ ഉണ്ടല്ലോ. നോക്കൂ, എന്തൊരാപത്തുണ്ടായാലും നമ്മൾ കരുതുന്നവരല്ല നമ്മളെ സഹായിക്കാനുണ്ടാവുക. നമ്മളെ സഹായിക്കാൻ വേറെ ആരെങ്കിലും വരും, ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് ഉണ്ടാവും. അത് ഭഗവാനായിരിക്കും. ഭഗവാന്റെ കൈ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, മനസ്സവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇപ്പൊ നല്ല ഭഗവാനോടുള്ള ഭക്തി, ശരണാഗതി, കുന്തിദേവിയുടെ ശരണാഗതി നമുക്കൊരു പാഠം തന്നെയാണ്. പിന്നെ വേറൊന്ന്, ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത് ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും ഒക്കെ ശാശ്വതങ്ങളല്ല, ഒക്കെ നശിച്ചു പോകുന്നതാണ്. ഭക്തിയും ധർമ്മവും മാത്രം ഒന്നാണ് ശാശ്വതമായിട്ടുള്ളത്. പിന്നെ രാഷ്ട്രനീതി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഒരു രാജഭരണത്തിൽ വരുന്ന ഒരാള് രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുക്കുമ്പോൾ എന്താണ് ധർമ്മം, എന്താണ് നീതി എന്നൊക്കെ അറിഞ്ഞു. ഇപ്പോ അക്രൂരൻ വന്നിട്ട് ഭഗവാനോട് പറയുന്നുണ്ട്, ആ ലാസ്റ്റ് 2 ലൈൻ 30-31 വരികളിൽ പറയുന്നുണ്ട്, പണ്ട് നിങ്ങളെ പൂർവ്വ രാജാക്കന്മാരെ ഭരിച്ചിട്ടുള്ള അവരൊക്കെ നല്ല ആരായിരുന്നു, നല്ല പോലെ ധർമ്മബോധം ഉള്ളവരായിരുന്നു. ശന്തനു മഹാരാജാവ്, അവരൊക്കെ നല്ല പോലെ രാജ്യം ഭരിച്ചിട്ടുള്ളവരാണ്. അങ്ങനെയുള്ളവരുടെയൊക്കെ പിൻഗാമികളല്ലേ നിങ്ങൾ? എന്നിട്ട് എന്താ നിങ്ങൾ ഇങ്ങനെ ആയതെന്നാണ് ചോദ്യം. അപ്പൊ രാഷ്ട്രനീതി, അമിതമോഹം ആപത്താണെന്നുള്ള കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നെ വിനയം, ധൈര്യം, ഭക്തി, ജ്ഞാനം, ഇതൊക്കെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടതാണ് എന്നുള്ള ഒരു ആത്മീയ സന്ദേശം കൂടി നമുക്ക് ഈ അധ്യായത്തിൽ നിന്നും കിട്ടുന്നുണ്ട്. പിന്നെ ദുഃഖം വരുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ ആശ്രയിക്കുക. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഒരു ദൂതൻ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം. അക്രൂരന്റെ കാര്യം നോക്കുക. അക്രൂര എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ക്രൂരതയില്ലാത്തവൻ, ഒട്ടും ക്രൂരത മനോഭാവം ഇല്ലാത്ത ആളാണ്. നല്ല കാരുണ്യമാർന്ന സ്വഭാവമുള്ള ആളാണ് അദ്ദേഹം. ഒരു ആണ്. അതുകൊണ്ടാണ് തൻ്റെ ദൗത്യം വളരെ കൃത്യമായിട്ട് യഥാവിധി നിർവഹിച്ചത്. പിന്നെ സത്യം നമുക്ക് അറിഞ്ഞാൽ മാത്രം പോരാ, അത് ജീവിതത്തിൽ പകർത്തും വേണം. ഇപ്പോ അക്രൂര പറഞ്ഞ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു ധൃതരാഷ്ട്രർക്ക്, പക്ഷെ അത് പകർത്താൻ അദ്ദേഹം തയ്യാറില്ല. അത് കൊണ്ടു നടത്താൻ അദ്ദേഹത്തിന് മനസ്സ് വരുന്നില്ല. അത് അവിടെയാണ് അദ്ദേഹത്തിന്റെ ദൗർബല്യം. നമുക്ക് അങ്ങനെയുള്ള ദൗർബല്യങ്ങളൊന്നും വരാതിരിക്കണം. ഇന്നിപ്പോ എന്തുകൊണ്ടാണെന്ന് ഓരോ കുടുംബങ്ങളിലും സ്വന്തം മക്കളെ വളരെ അധികമായിട്ട് സ്നേഹിക്കുന്നു, അമിതമായിട്ട് അവർക്ക് വേണ്ടി സമ്പാദിക്കാനായിട്ട് വെപ്രാളപ്പെടുന്നു, സമ്പാദിച്ച് കണക്കറ്റ പൈസ നേടുന്നു, അവരുടെ പേരിൽ മരിക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എഴുതി വയ്ക്കുന്നു, അതിനൊക്കെ കട്ടുമുടിക്കുന്നു, ഇവരെ കൊണ്ട് വൃദ്ധസദനങ്ങളിലാക്കുന്നു. ഇതൊക്കെയല്ലേ നമ്മൾ കാണുന്നത്. അപ്പോ ഒന്നിനോട് അധികം ആസക്തി ഇല്ലാണ്ട് ഒന്നും വെട്ടിപ്പിടിച്ച് നിൽക്കുന്നതിനക്കടരുത്. നമുക്ക് എന്ത് വേണം? സമാധാനത്തോടെയുള്ള ജീവിതം, ശാന്തിയുള്ള ജീവിതം, അത്രേ വേണ്ടു. നമ്മൾ ഇത് സ്വത്തിന്റെ ഒക്കെ പിന്നാലെ പോയാൽ എന്താ സംഭവിക്കുക? സ്വത്തിന്റെ ഒക്കെ പിന്നാലെ പോയാൽ മാനസമാധാനം എന്നുള്ളത് തീരെ ഉണ്ടാവില്ല.
അത് അങ്ങനെയാണ്. പണം അങ്ങനെയാണ്. മഹാലക്ഷ്മി നല്ലതൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത് സമാധാനം തരില്ല, ശാന്തിയെ തരില്ല. ശാന്തി വേണം. ഉള്ള എന്താ വെച്ചാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ, കുടുംബത്തിലെ ഐക്യത്തോടെ കഴിയണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അക്രൂരന്റെ സേവാഭക്തി ഒരു പ്രതീകമാണ്. ദീപാത്മാവാണ് അദ്ദേഹം. അദ്ദേഹം പരമാത്മാവിനെ കാണുകയാണ്, ഭഗവാനെ കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യണം. പിന്നെ ധൃതരാഷ്ട്ര അതിമോഹമായ ആപത്തിന്റെ പ്രതീകമാണ്. കൃഷ്ണൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ധർമ്മ സംരക്ഷകനാണ്. പിന്നെ വേറൊരു വലിയൊരു തത്വം നമുക്ക് കിട്ടുന്നത് എന്താന്ന് വെച്ചാല്, ആത്മീയ വളർച്ചയുടെ ഏറ്റവും പ്രധാന ശത്രുവാണ് അസൂയ. ഇത് നമുക്ക് അസൂയ എന്നുള്ളത് ദുര്യോധനിലൂടെയാണ് അറിയാൻ കഴിയുന്നത്. അത് തീരെ നമ്മുടെ സമാധാനം നശിപ്പിക്കും, ഭക്തി കുറയ്ക്കും, വിവേകമില്ലാതെയാക്കി തീർക്കും നമ്മളെ. എന്ത് പ്രവർത്തിക്കണം, എന്ത് പ്രവർത്തിക്കണ്ട എന്നുള്ളത് നമുക്ക് അറിയില്ല. അതാണല്ലോ ദുര്യോധനാദികൾക്ക് ഉണ്ടായത്. പിന്നെ അങ്ങനെ ഭഗവാന്റെ കരുണ ഭക്തന്മാർ വഴി ലോകത്തിലേക്ക് ഒഴുകുന്നു. ഭഗവാൻ നേരിട്ട് വന്ന് നമുക്ക് പ്രത്യക്ഷപ്പെട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടില്ലെങ്കിലും ഭഗവാന്റെ കൃപ നമ്മുടെ പ്രവർത്തികൾക്ക് ഒരു മാർഗദർശിയാവും. അങ്ങനെ എല്ലാ കൗരവർ ദുഷ്പ്രവണതകൾ ആത്മീയ അന്ധതയാണ് കുരുടനായ ധൃതരാഷ്ട്രൻ. മനുഷ്യർ സത്യം അംഗീകരിച്ചാലും അവന്റെ മനസ്സെന്താണ്, ദുർവാസനകളിലേക്ക് പോകും. അതുകൊണ്ട് അതിനുള്ള നമ്മുടെ കാലത്ത് നമുക്ക് ചിന്തിക്കാവുന്ന ഒരേ ഒരു മാർഗം ഈ ദുർവാസനകളിലേക്ക് മനസ്സിനെ തിരിച്ചുവിടാതെ സദ്ഗുണ ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിപ്പിക്കാൻ പറ്റിയ ഒരു മാർഗമാണ് സത്സംഗം. അതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് നമ്മുടെ ബഹുമാന്യനായ ഏറ്റവും ആദരണീയനായ വന്ദ്യഗുരു മനു തിരുമേനി നടത്തുന്ന ഈ സപ്താഹം. അതിനെപ്പറ്റി ഒരു വാക്ക് പറയാതെ എനിക്കിത് അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല, എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അത്രയും എത്ര നല്ല പോലെ കഠിനാധ്വാനം ചെയ്തിട്ടാണ്, എത്ര അധ്വാനിച്ചിട്ടാണ് മാസങ്ങൾക്ക് മുന്നേ തുടങ്ങുന്ന ഈ അധ്വാനം പര്യവസാനിച്ചിട്ടില്ല. ഇനിയുണ്ട് 3 ദിവസക്കാലം. അത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടി പിന്നെയും നിൽക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അത്ര ആത്മസമർപ്പണമാണ് അദ്ദേഹത്തിന് ഈ ഒരു പ്രവൃത്തിയോടുള്ളത്. അതുകൊണ്ട് നമ്മളെ പോലുള്ള കുറെ പേർക്ക് ഏത് അമ്പലങ്ങളിലും പോകണ്ട, എവിടെയും ചെന്ന് ഏത് ആചാര്യന്മാരുടെ മുമ്പിൽ ഇരിക്കണ്ട. ഉണ്ടാകും നമ്മുടെ വീട്ടില് നമ്മുടെ മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിരുന്ന് കഥകൾ കേൾക്കാൻ അദ്ദേഹം ഇടപെടുത്തുന്നു. അതിന് അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ഭഗവാൻ കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പാതാരവിന്ദങ്ങളിലും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലും എന്നെ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്ന എൻ്റെ ആത്മസുഹൃത്തുക്കളുടെയും മുന്നിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വളരെ സന്തോഷം. ഒരു ടീച്ചറിന്റെ എല്ലാ ഗുണങ്ങളും ആ പ്രഭാഷണത്തിൽ കാണിച്ചു എന്നുള്ളതാണ്. ഒന്ന്, ചൂണ്ടിക്കാണിക്കുക ശ്ലോകങ്ങള്. 2, സന്ദേശം, സത്യമായിട്ടുള്ള കാര്യങ്ങളെ എടുത്തു പറയുക. വലിയൊരു ഭാഗ്യം തന്നെയാണത്. ആ ഒരു അധ്യായത്തിൽ ഇത്രയും ഉണ്ടെന്നുള്ളത് അറിയുന്നത് ഇങ്ങനെയുള്ള സജ്ജനങ്ങളുടെ ഇടയിലേക്ക് പ്രഭാഷണം എത്തുമ്പോഴാണ് അല്ലെ. സത്യത്തില് ആ പാദങ്ങളിൽ വീണ് നമസ്കരിക്കാൻ മാത്രമേ ഇപ്പൊ യോഗ്യതയുള്ളൂ സത്യത്തില്. അതുപോലെ എന്നാലും തീരുന്നില്ല. ഇതൊന്ന് മറ്റുള്ളവരിലേക്ക് ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയിക്കുക എന്നുള്ളത് ആ ഒരു ഇച്ഛാശക്തി, അതിന് എത്രയായാലും നന്ദി പറഞ്ഞാലും മതിയാകില്ല. അമ്മയ്ക്ക് ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടട്ടെ. അതുപോലെ തന്നെ സത്സംഗങ്ങൾ കൂടാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഒക്കെ ഗുരുവായൂരപ്പൻ ആയുസോളം ആരോഗ്യം കൊടുക്കട്ടെ എന്ന് ഈ ഭാഗവത കുടുംബം ഒന്നടങ്കം ഈ സമയത്ത് ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.